ഇതല്ലേ കേരള സ്റ്റോറി എന്നാണ് ചോദ്യം. ജിമി, ഇത് തന്നെയാണ് കേരളത്തിൻ്റെ കഥ. പക്ഷേ ഇതിനെ കേരള സ്റ്റോറി എന്ന് വിളിക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് എനിക്ക് സങ്കടം. കേരള സ്റ്റോറിയാണെന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഒരു മുസ്ലിം നാമധാരിയായ ഒരു മതപുരോഹിതൻ ഒരു മുസ്ലിം അല്ലാത്ത നിമിഷപ്രിയ എന്ന യുവതിക്ക് വേണ്ടി ഇറങ്ങുന്നു. അതൊരു വലിയ സംഭവമായി നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. കാരണം കേരളത്തിൻ്റെ ചരിത്രം ഇങ്ങനെ തന്നെയായിരുന്നു എത്രയോ കാലമായി. ഈ പേര് നമുക്ക് തന്ന സിനിമ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. 2023 റിലീസായതാണ്. കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകളെ, സ്ത്രീകളെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അവരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിറങ്ങിയ ഒരു സിനിമ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഒരു സിനിമ കൂടി ഇറങ്ങിയിരുന്നു, 2018 ടൊവിനോ തോമസ് അഭിനയിച്ച സിനിമ. ഞാൻ പാലായിൽ വെച്ചിട്ടാണ് ഈ 2018 സിനിമ കാണാൻ പോകുന്നത്. ആ 2018 കഥ അറിയാമല്ലോ. കേരളത്തിലെല്ലാവരും ഒരു വലിയ പ്രളയത്തിൽ പെടുമ്പോൾ കുറേ മനുഷ്യർ വന്ന് കൈപിടിച്ച് ഉയർത്തുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികൾ വള്ളത്തിൽ സ്വമേധയ ആദ്യം പുറപ്പെടുന്നു, പിന്നീട് സർക്കാർ അവരെ സഹായിക്കുന്നു. അവർ വന്ന് മെയ് മറന്ന് സഹായിച്ച ആളുകളെ ഉയർത്തുന്ന സിനിമയാണ്. മത്സ്യത്തൊഴിലാളികൾ ഒരു പരിചയമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി നിലത്ത് കിടന്നു കൊടുക്കുകയാണ്. അവരുടെ നെഞ്ചത്ത് ചവിട്ടിയ ആളുകൾ കയറി പോവുകയാണ്. അതായിരുന്നു 2018 സിനിമ. ഞാൻ കണ്ടതൊരു സെക്കൻഡ് ഷോയാണ്. അന്ന് അതേ തിയേറ്റർ കോംപ്ലക്സിൽ പാലായിൽ ഈ കേരള സ്റ്റോറി ഓടുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കില്ല, ഇതിൻ്റെ അത്രയും ആൾ 2018 അത്രയും ആൾ കേരള സ്റ്റോറി കാണാനുണ്ടായിരുന്നു. സത്യത്തിൽ മലയാളി ഒരു വലിയ അപകടം വരുമ്പോൾ, ഒരു വലിയ ദുരന്തമുഖത്ത് ലോകത്തിലെല്ലാവരെയും പോലെ ഒന്നിക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും മാറിപ്പോകുന്നുണ്ടോ? ഇതാണൊരു പ്രശ്നം. ആ സിനിമയ്ക്ക് അന്ന് കാണാൻ വന്ന ആളുകളുടെ മനോവികാരം എന്തായിരിക്കും എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മലയാളിക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ അറിയാം. അതുപോലെ തന്നെ ആ പ്രശ്നം കഴിയുമ്പോൾ മറ്റു പല സ്ഥലത്തിലെയും ജനങ്ങളെയും പോലെ മാറിപ്പോകാനും അറിയാം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. അല്ലെങ്കിൽ 2018 പോലൊരു സിനിമയ്ക്ക് തുല്യമായി കേരള സ്റ്റോറി എങ്ങനെയാണ് കേരളത്തിൽ ഓടിയത്? നിമിഷപ്രിയയുടെ സംഭവത്തിന് മുമ്പ് വേറൊരു വിഷയം തന്നെ, ബ്ലഡ് മണി നമ്മൾ കളക്ട് ചെയ്തറിയാമല്ലോ. അവിടെയാണ് കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം. 36 കോടി രൂപ ആണ് അന്ന് പിരിക്കാൻ ടാർഗറ്റ് ഇട്ടത്. 48 കോടി രൂപ കേരളത്തിലെല്ലാവരും പിരിച്ചു. അതിനുശേഷമാണ് നിമിഷപ്രിയയുടെ സ്റ്റോറി വരുന്നത്. മലയാളികൾ ഓർക്കണം, അത്ര ചെറുതല്ലാത്ത ഒരു ഓൺലൈൻ മീഡിയം. അതെന്താ, നിമിഷപ്രിയ ഹിന്ദു ആയതുകൊണ്ടാണോ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ശ്രമങ്ങളൊന്നും നടക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അത് വായിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ പല സുഹൃത്തുക്കളും അത്ര പരസ്യമായിട്ടല്ലാതെ ആണെങ്കിലും ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ സമയത്ത് നിമിഷപ്രിയയുടെ എല്ലാ ശ്രമങ്ങളും വൃഥാവിലാവുകയായിരുന്നു. അപ്പോൾ എന്താണ്, അബ്ദുൾ റഹീം രക്ഷപ്പെടുന്നു, നിമിഷപ്രിയ രക്ഷപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു നറേറ്റീവ് കൂടി ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അതിന് കൈയടിക്കാനും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും വന്ന ആളുകൾ, ഞാൻ ആ മാധ്യമത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്ന മാധ്യമം തന്നെയാണ്. അതിൻ്റെ താഴെയൊക്കെ ഇത്തരം കമൻറ്റുകൾ ആളുകൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ആലോചിക്കും, ഇത് എന്താണ് കാര്യം? യമൻ വേറെയാണ്, സൗദി അറേബ്യ വേറെയാണ്, യമനിലെ സാഹചര്യങ്ങൾ വേറെയാണെന്ന് മനസ്സിലാകാത്തവരായിരിക്കുമോ? അത്ര നിഷ്കളങ്കരായിട്ടുള്ളവരായിരിക്കുമോ ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആലോചിച്ചിട്ടുണ്ട്? അങ്ങനെ ഇരിക്കുകയാണ് പെട്ടെന്ന് നിമിഷപ്രിയയ്ക്ക് ഒരു സാധ്യത മുന്നിൽ വരുന്നു. നമ്മുടെ ഭാഗ്യത്തിന് അത് കാന്തപുരം AP അബൂബക്കർ മുസലിയാർ ആകുന്നു. അതോടുകൂടി നമ്മളെല്ലാവരും കൈയടിക്കുന്നു. ഭാഗ്യം കാന്തപുരമായത്. ഒരുപക്ഷെ കാന്തപുരത്തിൽ ഇടപെടാൻ പറ്റാതെ വേറൊരു ഹിന്ദു ആയിരുന്നു ഇടപെട്ടിരുന്നെങ്കിലോ കേരള സ്റ്റോറി ഇല്ലേ? അതും കേരള സ്റ്റോറിയാണ്. കേരളത്തിൻ്റെ ചരിത്രം അതാണ്. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ രക്ഷിക്കുമ്പോഴോ ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ രക്ഷിക്കുമ്പോഴോ അല്ല കേരള സ്റ്റോറി. കേരളത്തിൻ്റെ ചരിത്രം ക്ഷേത്രപ്രവേശന വിളംബരത്തിനും മറ്റുള്ള സമരങ്ങൾക്ക് വേണ്ടി അല്ല, വിശ്വാസികളും അവിശ്വാസികളുമൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടിയ ചരിത്രമാണ്. എന്തിന്? ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ പങ്കെടുത്തിട്ടില്ലേ? കൃഷ്ണപിള്ളയ്ക്ക് അടി കിട്ടിയത് എവിടെ വെച്ചാണ്? അത്തരമൊരു ചരിത്രത്തെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയ നറേറ്റീവ് നടക്കുമ്പോൾ നമുക്ക് ഇത്തരം ചില ഇമേജുകൾ വെച്ചിട്ട് ഇതാണ് കേരള സ്റ്റോറി എന്ന് പറയേണ്ടി വരുന്നത് മലയാളിയുടെ ഒരു തരത്തിലുള്ള ഒരു ഗതികേടാണ്. ഒരു കഥ കൂടി പറയാം. ഗുരുവായൂർ അമ്പലത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു താർ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നു. ലേലം നടക്കുകയാണ്. അമൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾക്കാണ് ഈ താര ലേലത്തിൽ പിടിക്കാൻ പറ്റുന്നത്. 15 ലക്ഷം രൂപ. വേറെ ആരും വന്നില്ല, അതാണ് സത്യം. അധികം പഴയ കഥയല്ല, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രേക്ഷകർ. അന്ന് ഇത് വലിയ വിവാദമാവുകയും ഒരു ഹിന്ദു സംഘടന കേസിന് പോവുകയും ചെയ്തു. അവസാനം ഈ അമൽ മുഹമ്മദ് ഉണ്ടല്ലോ, എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയി. പുനർലേലം നടത്തി. അവസാനം ഒരു ഹിന്ദു തന്നെ ഈ താർ ലേലത്തിൽ പിടിച്ചു. അപ്പോഴാണ് പലരുടെയും മനസ്സൊന്നടങ്ങിയത്. ഇതും കേരളമാണ്. ഈ കേരളത്തിനകത്ത് നമ്മൾ ഇത്തരം ചില ബിംബങ്ങളെ വെച്ച് നമ്മൾ പഴയ കേരളമാണെന്ന് സമാധാനിക്കപ്പെടുകയാണോ, ആശ്വസിക്കുകയാണോ? ഇപ്പോൾ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അയാളുടെ ഇതും അറിയപ്പെടുന്ന ഒരു കക്ഷിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. കാന്തപുരത്തിൻ്റെ ഹൂതി ബന്ധം ദുരൂഹം, അന്വേഷിക്കണം.
ഫേസ്ബുക്ക് പോസ്റ്റ് വന്നു കഴിഞ്ഞു. അതായത് ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ തീവ്രവാദികളാണ്. അപ്പോൾ ഈ കാന്തപുരം ഉസ്താദിന് എങ്ങനെയാണ് ഹൂത്തികളുമായി ബന്ധം? അത് അന്വേഷിക്കണം. ന്യായമായ ചോദ്യം. പക്ഷേ നോക്കൂ, ഏത് ഘട്ടത്തിലാണ് ഒരു മനുഷ്യൻ ഇടപെട്ട ഒരു വിഷയത്തിൽ ചിലപ്പോൾ ആ സ്ത്രീയെ രക്ഷിക്കാൻ പറ്റും എന്ന ഒരു ശ്രമത്തിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഇതാണ് ചെയ്യാൻ തോന്നുന്നത്. ന്യായമായ ഒരു കാര്യമാണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ചിന്ത എത്ര വികലമായിട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ അധികം പറയുന്നത്? തിരുവനന്തപുരത്ത്, ഞാൻ തിരുവനന്തപുരംകാരനാണ്, ഒരു മുസ്ലിമിന് വീട് കൊടുക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. എനിക്ക് കൊച്ചിയുടെ കാര്യം അറിയില്ല, പല സ്ഥലങ്ങളിലുമുണ്ട്. ഇപ്പോൾ തിരിച്ചും വരുന്നതായി ഞാൻ കേൾക്കുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കൊക്കെ ഒരു വശത്ത് നിന്ന് കാറും തിന്നാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അല്ലെങ്കിൽ പിന്നെ അബ്ദുൾ റഹീമിന് ഇവിടെ ദിയാധനം കൊടുക്കാൻ ആളുണ്ട്, നിമിഷപ്രിയയെ രക്ഷിക്കാൻ ആളില്ല എന്ന് പറയുകയും ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന കള്ളക്കഥ, ഒരു സ്ത്രീ പോലും അങ്ങനെ നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലായിരുന്നിട്ടും ആയിരക്കണക്കിന് സ്ത്രീകൾ മതപരിവർത്തനം നടത്തിയെന്ന് പറയുന്ന കള്ളക്കഥയാണ് ആളുകളുള്ള ഒരു സ്ഥലം. ഒരു ക്ഷേത്രത്തിൽ പൊതു ലേലത്തിന് വെച്ച ഒരു വണ്ടി ഒരു മുസ്ലിം വാങ്ങിച്ചതിന് വലിയ വിവാദമുണ്ടാക്കുന്ന ഒരു നാട്. നമ്മൾ അതിനെയാണോ ഇതിനെയാണോ കേരള സ്റ്റോറി എന്ന് വിളിക്കേണ്ടത്? അതല്ലേ എൻ്റെ ഒരു ശരിക്കും നമ്മൾ അത്ഭുതപ്പെടേണ്ടത്, നമ്മൾ വിഷമിക്കേണ്ടത് അവിടെയാണ്. കാന്തപുരത്തിൻ്റെ ഈ മിഷൻ ചിലപ്പോൾ നാളെ പരാജയപ്പെട്ടേക്കാം, നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഒരു ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഏരിയയാണ്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമിലെ ഷിയ വിഭാഗമാണ്. കാന്തപുരം സംസാരിക്കുന്ന ആൾ സൂഫി വര്യനാണ്. സൂഫികൾ ഷിയകളുമായി ബന്ധമില്ലാത്ത സുന്നി വിഭാഗമാണ്. അപ്പോൾ ഇത് നടക്കുമോ? നടന്നാൽ തന്നെ ഏത് ഘട്ടം വരെ പോകും? സത്യത്തിൽ ഇങ്ങനെ ഒരു ശരിക്കുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇതൊന്നും നമുക്കറിയില്ല. നാളെ ചിലപ്പോൾ ഇത് പൊളിഞ്ഞു പോയേക്കാം. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇത് കാന്തപുരത്തിൻ്റെ ഉത്തരവാദിത്വമായി മാറുമോ? അതെ. ഇന്ന് മാത്രമല്ല, ഇനി കേരളത്തിൽ വരുന്ന ഇത്തരം ഏത് പ്രശ്നവും ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണമെന്ന് വരുമോ? അറിയില്ല. ചുരുക്കത്തിൽ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ സ്കൂൾ സമയമാറ്റം വളരെ വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. സ്കൂൾ സമയമാറ്റത്തിൽ മത മൗലികവാദികൾ, മത പുരോഹിതന്മാർ വളരെ മോശം നിലപാടെടുക്കും നമ്മൾ പറയുന്നുണ്ട്. ശരിയാണ്, ഞാനും അതിൻ്റെ കൂടെ തന്നെയാണ്. അതേസമയം ശബരിമല വിഷയം വന്നപ്പോൾ കോടതി വിധി ഉണ്ടായിട്ടും ആ കോടതി വിധിയെ പുല്ലുവരെ കൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ ആളുകൾ ശബരിമല കയറാൻ വന്നവരെ അടിച്ചൊതുക്കിയപ്പോൾ ഇത്രയും വലിയ വികാരം നമ്മൾ കണ്ടില്ലല്ലോ. അന്നിവിടുത്തെ മാധ്യമങ്ങളടക്കം ചുവട് മാറിയത് നമ്മൾ കണ്ടതല്ലേ? അതിന് പ്രശ്നമില്ലേ? നോക്കൂ, എൻ്റെ പ്രശ്നം മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇറങ്ങി അവരുടെ മതേതരത്വം തെളിയിക്കപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക്, കേരള സ്റ്റോറി എന്ന് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറുന്നെങ്കിൽ വളരെ വളരെ മോശമാണ്. അങ്ങനെ മാറാതിരിക്കട്ടെ. Meet the editors.